ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചുമ്മാ റൗണ്ട് അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. നമ്മൾ ഈ സിറ്റിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ കൂടി ഇങ്ങനെ കറങ്ങുകയാണ്. മഴ പെയ്യുന്നുണ്ട്. മഴ എന്ന് പറയുന്നത് നമ്മുടെ മഴത്തുള്ളികൾ ഐസ് പോലെ വീഴുന്നത്. ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഐസ് കഷ്ണങ്ങളായിട്ടാണ് ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. മഴത്തുള്ളികളാണ്, പക്ഷെ എന്താ പറയാ, നമ്മളിലെ ഉപ്പ് തരി പോലെ അല്ലെ പഞ്ചസാര പോലുള്ള തരികളായിട്ടാണ് മഴ വീണുകൊണ്ടിരിക്കുന്നത്. കാണാൻ നല്ല രസമാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാം, പക്ഷേ വീഡിയോയിലൊന്നും എടുത്താൽ അത് അത്ര കിട്ടത്തില്ല. എന്തായാലും അത് കണ്ടോ, തെറിക്കുന്നുണ്ടോ, ബോണറ്റ് വീണിട്ട് തെറിക്കുന്നുണ്ടോ? അത് ഈ ഐസിന്റെ തരികളാ. ബോണറ്റ് വീണ് തെറിക്കുന്നത് കാണാമല്ലോ അല്ലേ? അപ്പൊ ഇങ്ങോട്ട് നേരെ പോകുന്നു. ഇവിടത്തെ ഒരു ഗാർഡൻ, ഒരു പാർക്കാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പം അതിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയായത്. നല്ല രസമല്ലേ? ചുറ്റിനും മരങ്ങളെല്ലാം നേരത്തെ വീഡിയോയിലൊക്കെ പറയാറുള്ളത് പോലെ മുഴുവൻ മരങ്ങളും ഉണങ്ങിയ പോലെ നിൽക്കുക. ഇലയെല്ലാം പൊഴിച്ച് കണ്ടു കഴിഞ്ഞാൽ ഉണങ്ങി നിൽക്കുവാന്ന് തോന്നും. പക്ഷെ പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് ഈ മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയോന്ന്. അതുപോലെ നിൽക്കുക. മഴ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, തുള്ളികൾ ഐസ് ഇങ്ങനെ തട്ടിത്തെറിക്കുന്നതാണ്. ഐസല്ല, ഈ പഞ്ചസാര തരി പോലുള്ള മഴത്തുള്ളികൾ. ഞാൻ ആദ്യമായിട്ട് കാണാം. രാവിലെ സ്നോ ആയിരുന്നു. സ്നോ ഇങ്ങനെ നല്ലതായിട്ട് സ്നോ വീഴുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ അത് ഈ മഴത്തുള്ളി ഇങ്ങനെ വരുന്നു. ചുമ്മാ കറങ്ങാൻ. അപ്പൊ ഇവിടുത്തെ ഒരു ലോക്കൽ റോഡുകളാണ് ഇതൊക്കെ. UK അല്ലേ, ഈ ലോക്കൽ റോഡുകളും. അപ്പൊ ലോക്കൽ റോഡുകളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ലോക്കൽ വീടുകളും ഇവിടുത്തെ ശരിക്കുള്ള ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റത്തില്ല. ഇവിടുത്തെ സാധാരണ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പിന്നെ വലിയൊരു പാർക്കാണ്. ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പട്ടികളെ ചടിക്കാൻ വേണ്ടിയിട്ട്, പിള്ളേർക്ക് ചാടാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരു ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ ഈ പച്ച പുല്ല് വിരിച്ച് ഉണങ്ങിയിട്ടിരിക്കുക. പക്ഷെ പാർക്കിംഗ് ഇല്ല. ഈ നമ്മൾ ഗൾഫിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പാർക്കിന്റെ കൂടെയും അറ്റാച്ച്ഡ് ആയിട്ട് ഒരു പാർക്കിംഗ് മസ്റ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ പക്ഷെ അങ്ങനെ ഒരു പരിപാടി ഇല്ല. പാർക്ക് എന്ന് പറഞ്ഞാൽ പാർക്ക് മാത്രമാണ്. അവിടെ പാർക്കിംഗ് ഇല്ല. നടക്കാനുള്ള പാർക്കാണത്, അല്ലാതെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമല്ല. വണ്ടികളൊക്കെ ആൾക്കാർ റോഡ് സൈഡിലും പിന്നെ അതിന്റെ സൈഡിലൊക്കെ ഇടിച്ചു കയറ്റിയൊക്കെ അങ്ങ് ഇടുക. അല്ലാതെ വേറെ പാർക്കിംഗ് ആയിട്ട് അവർ പണിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഇനി അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ചെറിയ റോഡിൽ കൂടെ ഇനി അപ്പുറത്തെ റോഡിലൂടെ പോകണം. അപ്പൊ ഇവിടെ വണ്ടികള് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, വണ്ടികള് നമുക്ക് റോഡിൽ പാർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഇവിടെ റോഡിൽ വരച്ചിട്ടിട്ട് തന്നെ ഉണ്ട്, ബോക്സ് ആയിട്ട് വരച്ചു വിട്ടിട്ടുണ്ട് അവിടെ ഓരോരുത്തർക്ക് പാർക്ക് ചെയ്യാനായിട്ട്. വീടുകൾക്ക് പാർക്കിംഗ് ഇല്ലാത്ത വീടുകൾ, അപ്പൊ ഈ ഫ്രണ്ടിൽ കണ്ടില്ലേ, പാർക്കിംഗ് ഇല്ലാത്ത വീടുകൾ. അപ്പൊ അവർക്ക് ഈ റോഡ് സൈഡിൽ തന്നെയാ പാർക്കിംഗ്. ഒരു സൈഡിൽ പാർക്ക് ചെയ്യും, ചിലപ്പോൾ രണ്ട് സൈഡിലും പാർക്ക് ചെയ്യും. ഈ രണ്ട് സൈഡിലും പാർക്ക് ചെയ്യുമ്പോഴേ ഇത് 2 വേ ആയിരിക്കും. അപ്പൊ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമ്പോൾ ഒതുക്കി കൊടുക്കുക, അല്ലെങ്കിൽ റിവേഴ്സ് എടുത്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആളുകൾ അങ്ങ് പോയിക്കോളും. നമ്മുടെ നാട്ടിലെ കൂട്ട് ഈ റിവേഴ്സ് ഗിയർ ഇല്ലാത്ത വണ്ടികളല്ല ഇവിടെ. ഇവിടെ എല്ലാ വണ്ടിക്കും റിവേഴ്സ് ഗിയറും ഉണ്ട്. നമ്മുടെ നാട്ടിൽ റിവേഴ്സ് ഗിയർ ഇല്ലല്ലോ പല വണ്ടികൾക്കും. കാരണം വാശിയാണല്ലോ. ഞാൻ കയറി കഴിഞ്ഞാൽ ഞാൻ റിവേഴ്സ് പോകത്തില്ല, ഞാൻ പിന്നെ പോവും, ഞാൻ ഫസ്റ്റ് കയറി. അല്ലെങ്കിൽ ആരും, പ്രത്യേകിച്ച് നമ്മുടെ KSRTC ബസ്സൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ, അവർക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. റോഡിൽ ഇറങ്ങിയാൽ പിന്നെ അവർക്ക് ഡിപ്പോയ്ക്കകത്ത് മാത്രമേ റിവേഴ്സ് ഗിയർ ഉള്ളൂ.
അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് അപ്പുറത്ത് നിന്ന് ഇറങ്ങി ഇപ്പുറത്തെ റോഡിൽ വന്നു. അപ്പം നേരത്തെ നിങ്ങൾ കണ്ടില്ല ഐസ് നന്നായിട്ട് വീഴുന്നുണ്ട്. അപ്പം ഇത് ഒരു സ്കൂളാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഈ സ്കൂള് പിന്നെ കൊച്ചു പിള്ളേരുടെ സ്കൂളാണെന്ന് തോന്നുന്നു. ഈ സ്കൂളിന്റെ എല്ലാ സ്ഥലത്തും ഈ സീബ്ര ക്രോസിംഗ് ഉണ്ടാവും. ഈ സീബ്ര ക്രോസിംഗിൽ സ്കൂൾ വിടുന്ന സമയത്തും സ്കൂള് തുടങ്ങുന്ന സമയത്തും രാവിലെയും ഉച്ചയ്ക്കല്ല ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഈ 2 സമയത്തും ട്രാഫിക് വാർഡന്മാർ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ട്രാഫിക് പിള്ളേരെ അപ്പുറം ഇപ്പുറം കയറ്റി വിടാനായിട്ട് സ്കൂള് തന്നെ അപ്പോയിന്റ് ചെയ്യുന്നതാണോ അതോ ഇനി കൗൺസിൽ അപ്പോയിന്റ് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരാളുണ്ടാവും മറ്റേ മഞ്ഞ കളറുള്ള ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഒരു സാധനം ഉണ്ടല്ലോ മഞ്ഞ നല്ല എക്സ്പോഷറുള്ള അതിലത്തെ ജാക്കറ്റൊക്കെ ഇട്ട് സ്റ്റോപ്പ് എന്നുള്ള ബോർഡൊക്കെ പിടിച്ച് എല്ലാവരും വണ്ടി കൊണ്ടുവന്ന് അവിടെ നിർത്തുകയും ചെയ്യും. നിർത്തിയേ പറ്റൂ. അതല്ലെങ്കിലും ആളുകൾ ക്രോസ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ആളുകൾ നിർത്തി കൊടുക്കും. പെഡസ്ട്രിയൻ ഈസ് ദ ഫസ്റ്റ് ഓൺ ദ റോഡ്സ്. നമ്മൾ പറയത്തില്ലേ കസ്റ്റമർ ഈസ് കിങ് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ നല്ല ലോകത്ത് എല്ലായിടത്തും അത് തന്നെയാണ് നിയമം. റോഡിൽ പെഡസ്ട്രിയൻ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷേ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിച്ചിട്ട് വരുന്നവർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ കാണുമ്പോൾ അവർ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇവിടുത്തെ ആളുകൾ നമ്മൾ ദൂരേന്ന് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴേ അവർ ബ്രേക്ക് ചെയ്ത് നമ്മളവിടെ നിർത്തിയിരിക്കും. അവർ നമ്മളൊക്കെ ഉള്ളു പിന്നെയും ശ്രദ്ധിക്കാതൊക്കെ ചവിട്ടി വിട്ട് പോകുന്നത്. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. ഇപ്പം റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു പെട്രോൾ പമ്പാണ്. BP ബ്രിട്ടീഷ് പെട്രോളിയത്തിൻ്റെ ഇന്നത്തെ വില എത്ര? 136,900 136.9. ആ വണ്ടി കയറാൻ നിൽക്കുക. പക്ഷെ നമ്മൾ കയറി പോകുന്നു. ഈ സിഗ്നൽ ഇല്ലാത്ത സ്റ്റോപ്പുകളിൽ ആർക്കും പ്രയോറിറ്റി ഇല്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്നുള്ള രീതിയിലാണ് സിഗ്നൽ ഇല്ലാത്ത എല്ലാ ക്രോസിങ്ങുകളും. പക്ഷേ ഈ സിഗ്നൽ ഇല്ലാത്ത എല്ലാ ക്രോസിങ്ങുകളും T ജംഗ്ഷൻ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ റൗണ്ട് അബൌട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ ജംഗ്ഷനിലൊന്ന് റൗണ്ട് അബൌട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ റൗണ്ട് അബൌട്ടിന്റെ പിന്നെ ABCD അറിയത്തുമില്ല. ഈ റൗണ്ട് അബൌട്ടൊക്കെ ആളുകൾ എനിക്ക് തോന്നുന്നു കാണുന്നത് ഗൾഫിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ വരുമ്പോഴോ. പിന്നെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് റൗണ്ട് അബൌട്ട്. പക്ഷെ ആ റൗണ്ട് അബൌട്ട് പോലും ആളുകൾ ആ നിയമം അനുസരിച്ചൊന്നും പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വീടിൻ്റെയൊക്കെ മേളുകളിൽ കണ്ട ഐസ് ആണ് വന്നിരിക്കുന്നത്. വെള്ള കളറിൽ പെയിന്റ് അടിച്ചൊന്നുമല്ല, എല്ലാം ഐസാണ്. ഇന്ന് രാവിലെ തൊട്ട് പിന്നെ സ്നോയും പിന്നെ ഈ പറഞ്ഞ പോലെ ഐസും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഐസാണ് ഇനി ഉരുകണം. കണ്ട വണ്ടികളെല്ലാം കണ്ട വെളുത്ത് കിടക്കുന്നത് നല്ല ഐസാണ്. പക്ഷെ നമ്മൾ ഈ താമസിക്കുന്ന ഏരിയയിൽ ഐസ് ഈ നോർത്ത് സൈഡിലേക്കാട്ടി ഒത്തിരി കുറവാണ്. നമ്മൾ ഈ ലണ്ടൻ്റെ സൈഡ് ആയതുകൊണ്ട് അങ്ങ് മേളിൽ എന്ന് പറഞ്ഞാൽ നോർത്ത് സൈഡിലേക്ക് സ്കോട്ട്ലൻഡ് ഭാഗത്തേക്കൊക്കെ ഭയങ്കര സ്നോ ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നും അത്രയും പ്രശ്നമില്ല, ടെമ്പറേച്ചറും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇനിയുള്ള 2 മാസങ്ങൾ, ഇത് ജനുവരി സ്റ്റാർട്ടായല്ലോ, ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ ഇനി ഒരു 3 മാസത്തോളം ഏകദേശം 2 ഡിഗ്രി -1 ഡിഗ്രി -2 ഡിഗ്രി അങ്ങനെ പല ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കും മാർച്ച് ലാസ്റ്റ് വരെ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുറച്ച് മുമ്പോട്ട് പോകുന്നത്. ഇത് കണ്ടോ, ഇതൊരു T ജംഗ്ഷനാണ്. ഇവിടെ റൗണ്ട് അബൌട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് അബൌട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ആരാണോ റൗണ്ട് അബൌട്ടിലേക്ക് കയറുന്നത് അവർക്കാണ് പ്രയോറിറ്റി. ഇതൊരു T ജംഗ്ഷനാണ്. ഇവിടെയും ബ്രേക്ക് ചെയ്ത് വേണം പോകാനായിട്ട്. കുറെ ഹോൺ അടിച്ചു. കാരണം ഞാൻ ആ വണ്ടിക്കാരൻ നിർത്തി കൊടുത്തത്. പക്ഷെ കുറെ വന്ന ആള് പറ്റത്തില്ല പോകാന്നുള്ള രീതിയിലാണ് ഹോൺ അടിച്ചത്. അപൂർവമായിട്ടുള്ള ആളുകളെ അങ്ങനെ ഹോൺ അടിക്കാറുള്ളൂ. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടെയുള്ള ആളായിരിക്കുമെന്ന്. ഇവിടുത്തെ ഉള്ള ആൾക്കാരൊന്നും അങ്ങനെ ഹോൺ അടിക്കാറില്ല. ഇവിടെ പിന്നെ ഒരുപാട് എക്സ്പാർട്ടേഴ്സ് ഉണ്ടല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഏഷ്യൻസ് മാത്രമൊന്നുമല്ല, യൂറോപ്പിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്. പിന്നെ എല്ലാ നാട്ടിൽ നിന്നും ലോകത്തുള്ള സകല സ്ഥലത്തു നിന്നുള്ള ആളുകൾ UK-യിലുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളും ഇവിടെ ഉണ്ട്. പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ ആരും ഫോൺ അടിക്കാറില്ല. അവർക്ക് വളരെ പേഷ്യൻസ് ഉള്ള ആളുകളാണ് പൊതുവെ, പ്രത്യേകിച്ച് പ്രായമായവർ. അവരൊന്നും അങ്ങനെ ഫോൺ അടിക്കാറില്ല. പിന്നെ യങ്സ്റ്റേഴ്സ് അങ്ങനെ അടിക്കുന്നെങ്കിലേ ഉള്ളൂ. ഇപ്പോഴും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്ന ഈ ചാറുന്ന മഴ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രദേശം മൊത്തം ഇപ്പം ഇതൊരു ലോക്കൽ റോഡ്സ് ആണ് ഇവിടുത്തെ. അപ്പൊ ഞാൻ കൊച്ചിനെ സ്കൂളിൽ വിളിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പൊ സ്കൂളിന്റെ അടുത്തൊരു തൊട്ടപ്പുറത്തായിട്ടൊരു ബാറുണ്ട്. അത് 4 മണിക്ക് അങ്ങോട്ടേ തുറക്കത്തുള്ളൂ.
അവിടെയാണ് പാർക്കിംഗ്. അപ്പം നമുക്ക് അവിടെ വണ്ടി ഇട്ടിട്ട് പോകാം, അതിനുള്ള പെർമിഷൻ ഉണ്ട്. സാധാരണ ഇവിടെ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, ഫൈൻ വരും. പ്രൈവറ്റ്, അതായത് സ്വകാര്യ വ്യക്തികൾക്ക് നമുക്ക് ഫൈൻ അടിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സ്കൂൾ അടുത്തുള്ളതുകൊണ്ട് എനിക്കൊന്ന് കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് അറിയത്തില്ല, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അങ്ങനെ സ്കൂളിൽ വരുന്നവർക്കെല്ലാം ഇവിടെ പാർക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ലോങ് ടൈം ഒന്നുമല്ല, ഡേ ഇവിടെ ഇട്ടിട്ട് രാത്രി മൊത്തം ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റും, അങ്ങനെയുള്ള പെർമിഷൻ ഒന്നുമില്ല. സ്കൂളിൽ കുട്ടികളെ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും ഇവിടെ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാം. അതാണ് കണ്ടില്ലയോ, ഇതൊരു ദ ചെറി ട്രീ പബ്ബാണ്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഞാൻ പോയിട്ട് ഇനി കൊച്ചിനെ വിളിക്കണം. നമുക്ക് 3 മണിക്ക് സ്കൂൾ വിടത്തുള്ളൂ, 2:40. അപ്പം ഇനി ഞാൻ കൊച്ചിനെ വിളിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകും. അപ്പം ഓക്കെ, ബൈ. ഇനി പിന്നീട് ഒരു അവസരത്തിൽ കാണാം. ഇതുപോലുള്ള ലോക്കൽ റോഡുകളിൽ കൂടി ഞാൻ ട്രാവൽ ചെയ്യുമ്പം ഇതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ലൊക്കേഷൻസ് ഉണ്ട്, അതായത് ഇതുപോലെ മഞ്ഞ് പെയ്യുക, മഴ പെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഐസ് വീഴുക, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്നിപ്പോൾ ഇത് കണ്ടപ്പോൾ എന്ന് എടുക്കണം തോന്നി. വേറെ കുറച്ചുകൂടെ നല്ല സീനറികളുള്ള സ്ഥലങ്ങളിൽ കൂടിയൊക്കെ ഞാൻ വന്നായിരുന്നു. അപ്പോൾ പിന്നെ ഓർത്തത് വീഡിയോ എടുത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവരും കണ്ട അഭിപ്രായം അറിയിക്കുക. ഓക്കെ, താങ്ക് യു.